സംവിധായക സഹായിയാകാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നമുക്ക് കലാസംവിധാന സഹായിയായിട്ടാണ് അവസരം കിട്ടുന്നത്. എടോ ഞാൻ ഇന്നലെ പൊന്മാൻ കണ്ടിടൂ, പൈസയൊന്നും ഇല്ലായിരുന്നു കയ്യിൽ. കാണാതിരുന്ന് നമ്മൾ നാളെ ചത്തുപോയാലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കാണ് ആരെയാണ്? ഇപ്പം 6 മാസത്തെ റിസർച്ച് ഉണ്ട് ബ്രഹ്മയുഗത്തിന്. ഒരു റിസർച്ചും ഇല്ല, പെട്ടെന്ന് ചാടിപ്പോയി ചെയ്ത പടമാണ് എന്നാൽ താൻ കേസ് കൊടുക്കും. ഈ സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് മലയാളത്തിൽ വേറൊരു നടനെയായിരുന്നു. ഒരു കഥ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനാവശ്യമുള്ള സ്ഥലം കൊടുക്കുക എന്നുള്ളതാണ് കലാസംവിധായകൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നത്. എൻ്റെ ജോലി കലാകാരനെ ഒരിക്കലും ഒന്നും ബാധിക്കത്തില്ല. കാരണം വെച്ചാൽ അത് കലാകാരൻ പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ ഉണ്ടാകുന്നത്. ഭാവന എന്ന് പറയുന്നത് നമ്മളിലല്ലേ ഉള്ളൂ. ഭാവന പറഞ്ഞു കൊടുത്താലേ ഈ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത് സപ്തമശ്രീയുടെ ലൊക്കേഷൻ വെച്ച്. ഓർമ്മ ഉണ്ടാവുമെന്ന് പറഞ്ഞോടാ, ഒരുപാട് വർഷം മുമ്പാണ് അനിലേട്ടനെ കാണാൻ വന്നപ്പോൾ കണ്ടത്. മനസ്സിലായി. അപ്പോൾ മാവേലിക്കര രവിവർമ്മ കോളേജിൽ സ്കൾപ്ചറിന് പഠിച്ച വിദ്യാർത്ഥി. അതെ. എങ്ങനെയാണ് സംവിധായകനായത്? കുട്ടിക്കാലം തൊട്ട് കലയോട് താല്പര്യമുണ്ട്. അപ്പം എൻ്റെ അച്ഛൻ അധ്യാപകനാണ്. അപ്പം അച്ഛനാണ് ഇതിനകത്ത് നമ്മളെ ഈ കലാപഠനത്തിനാക്കുന്നത്. നമ്മളെ 25 വർഷം മുമ്പ് കലാപഠനം എന്നൊക്കെ പറഞ്ഞാൽ വീടുകളിൽ നിന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലമായിരുന്നല്ലോ. അപ്പോൾ അന്ന് SLC കഴിയുമ്പം ഇങ്ങനെ ഫൈനാൻസ് കോളേജ് ഉണ്ടെന്നും അവിടെ ഇങ്ങനെ കലാപഠനം ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് അന്വേഷിച്ചറിഞ്ഞാണ്. അച്ഛനാണ് എന്നെ കൊണ്ടുവന്ന് ഫൈനാൻസ് കോളേജിലാക്കുന്നത്. അപ്പോൾ നമുക്കറിയില്ലല്ലോ എന്താ, നമ്മൾ സാധാരണ പോലെ വരയ്ക്കാനൊക്കെ അറിയാമെന്നല്ലാതെ വലിയ ധാരണയൊന്നുമില്ല. അങ്ങനത്തെ അവിടുത്തെ 5 കൊല്ലത്തെ പഠനം ആണ് നമ്മളെ ഒരു കലാകാരൻ എന്താണ് എന്നൊക്കെയുള്ള ചിന്തകളിലേക്കൊക്കെ വരുന്നത്. അങ്ങനെ കുറച്ച് കാലം ശില്പകലയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊല്ലത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന കാലത്താണ് ഈ സിനിമയ്ക്ക് ആസ്പദമായ ഈ അനുഭവം ഉണ്ടാകുന്നത്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് എത്തുന്നത്. നമുക്ക് സംവിധായക സഹായിയാകാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നമുക്ക് കലാസംവിധാന സഹായിയായിട്ടാണ് അവസരം കിട്ടുന്നത്. സാലിച്ചേട്ടൻ്റെ കൂടെ കിട്ടുന്നു, സാലിച്ചേട്ടൻ നമ്മളെ കൂടെ കൂട്ടുന്നു. അങ്ങനെ 2-3 പടം. എന്താണ് പഠിച്ചത്? പുള്ളിയുടെ നമ്മൾ ചങ്കൂറ്റ പഠിച്ചത്. ശരി. എന്ത് ഫേസ് ചെയ്യാനുള്ള ഒരു വലിയ ചങ്കൂറ്റമാണ് പുള്ളിക്കുള്ളത്. അതാണ് പുള്ളിയുടെ ക്വാളിറ്റി. ഭയങ്കര ക്വാളിറ്റി. അത് എന്തും നോ പറയില്ല പുള്ളി. അത് സാധിച്ചെടുത്തിരിക്കും. അത് വലിയൊരു കഴിവാണ്. നമുക്ക് അതിൽ നിന്ന് പുള്ളിനെ കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് അത്. രാത്രിയെങ്കിൽ രാത്രി, പകലെങ്കിൽ പകൽ, നേരം വെളുക്കുമ്പോൾ അത് സിനിമ സെറ്റിൽ പുള്ളി ഉണ്ടാക്കി കൊടുത്തിരിക്കും. ശരി. ഭയങ്കര ഒരു ക്രിയേറ്റർ ആയിട്ടുള്ളൊരു ഒരു വ്യക്തിയാണ്. കൊല്ലത്ത് ആശ്രാമത്തിൻ്റെ അടുത്തൊരു ലോഡ്ജിൽ താമസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് മോന്തായം എന്ന് പറഞ്ഞൊരു കലാസംഘടന കൊല്ലത്തുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ലോഡ്ജിൽ നിങ്ങൾ സുഹൃത്തുക്കളൊപ്പം താമസിച്ച, അപ്പോൾ താങ്കളുടെ ഒരു സുഹൃത്ത് തന്നെ എടുത്ത് പറഞ്ഞു ആ സമയത്ത് പട്ടിണിയും വരുമായിട്ടുമാണ് ചില സമയത്ത് ഇതുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് പരിചയപ്പെട്ടൊരു വ്യക്തിയാണോ ഈ അജീഷ്? അല്ല, അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ കൊല്ലത്ത് വന്ന് നമ്മൾ ലാൻഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അവിടെ നമ്മുടെ പരിചയക്കാരിലെ നാടകം, രാജേഷ് ശർമ്മ, അവരെല്ലാം ഈ അവിടുത്തെ ഒരു സ്കൂൾ ഡ്രാമയുണ്ട് ഈ കൊല്ലത്ത്, സോപാനമായിട്ട് കേന്ദ്രീകരിച്ച് ഉണ്ണിയണ്ണൻ അവരെല്ലാം അടങ്ങുന്ന, മരിച്ചുപോയ പ്രശാന്ത് നാരായണൻ, ഛായാമുഖി ഡയറക്ടർ, ഇവരെല്ലാം അടങ്ങുന്ന ഒരു സംഘടനമുണ്ട്. അപ്പോൾ അവരുമായിട്ട് എനിക്ക് നാടകമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. നമ്മൾ ഫൈനാൻസ് കോളേജ് പഠനമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവർ കലാകാരന്മാരുടെ കൂടി അങ്ങനെ ഈ ലോഡ്ജിൽ ഞാനൊരു അന്തേവാസിയായി കൂടി. അത് വേറെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഗണേഷ്, ബാസ്റ്റിൻ. ആ ബാസ്റ്റിനാണ് നമ്മുടെ കഥ സിനിമയിലെ ബാസ്റ്റിൻ. അപ്പോൾ അവരുടെ കൂടെ കൂടിയതിന് ശേഷം ഈ കുറച്ച് കൂട്ടുകാരും കൂടെ അങ്ങോട്ട് എത്തുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ലോഡ്ജിൽ വേറെ ഒന്നുമില്ല, കലാകാരന്മാർ എന്തെങ്കിലും പണിയെടുക്കുക, പട്ടിണിയാണ്, പരിവട്ടമാണ്, ഓട്ടവും ചാട്ടവും, അന്വേഷണങ്ങളും യാത്രകളും സിനിമ കാഴ്ചയും നാടകം കാഴ്ചയും കലാപഠനവും അങ്ങനെയൊക്കെയായിട്ട് പോകുന്ന കാലത്ത് ഒരു സുഹൃത്ത് ഇങ്ങനെ ലോഡ്ജിൽ വന്ന് എൻ്റെ പുള്ളി പറഞ്ഞ് പുള്ളിയുടെ പെങ്ങളുടെ കല്യാണമാണ്, 10 പവൻ്റെ പൊന്നെന്തോ ആണ്, 10 പവൻ്റെ പൊന്ന് കൊടുക്കണം, നിവൃത്തിയില്ല, പിരിവ് കിട്ടുള്ളൂ, നല്ല പിരിവ് കിട്ടും, അപ്പോൾ നമുക്ക് കള്ളവ് കൂടിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ജ്വല്ലറി പോയി വാടകയ്ക്ക് പൊന്ന് കിട്ടും. അത് കൊല്ലത്ത് കിട്ടും എനിക്കറിയാം, മറ്റു സ്ഥലങ്ങളിൽ എനിക്കറിയില്ല. വാടകയ്ക്ക് പൊന്ന് കൊണ്ട് കൊടുക്കും. പേരുള്ള കല്യാണ പിരിവ് അല്ലേ? കല്യാണ പിരിവ്. അത് മറ്റേ മടിയിൽ ജ്വല്ലറി എന്നാണ് പറയുന്നത്. മടിയിൽ പൊന്ന് വെച്ചുകൊണ്ട് തട്ടാമാരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവർ 10 പവൻ്റെ കൊണ്ടുവരും, കൊടുക്കും. അപ്പോൾ ഇവരെ ഒന്ന് ട്രീറ്റ് ചെയ്യും, കടപ്പുറമൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി അവർ മെയിനായിട്ട് വരുന്നത്. അത് ചെറിയ പൈസ ഫിനാൻസിൽ അവർക്ക് കിട്ടുകയുള്ളൂ. അവർ രാത്രി ഒരു ആനന്ദം, രാവിലെ ആകുമ്പോൾ പൈസ പിരിവ് കിട്ടും. അവർ പൊന്ന് കൊടുത്തിട്ട് പോകും. അപ്പോൾ ഇപ്പോൾ 8 പവനുള്ള ഇതുള്ളെങ്കിൽ 2 പവൻ അവർ ഉരി പിടിക്കും. അങ്ങനത്തെ ഒരു ഉണ്ട്. അപ്പോൾ ഒരാളെ കൊണ്ട് നമ്മൾ ഇന്ന് കല്യാണമൊക്കെ എടുപ്പായി രാത്രിയായി ഞങ്ങൾക്ക് അത്യാവശ്യം ആനന്ദത്തിൽ ടിപ്പുറത്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പുറം അവരുടെ അമ്മ കിടന്ന് കരയുന്നു. ഓടി ചെന്നപ്പോൾ പെണ്ണും ചെറുക്കനും കൂടെ അങ്ങ് അവർ പോയി ചെറുക്കൻ്റെ വീട്ടിലേക്ക്. പെണ്ണും വീട്ടിൽ അന്ന് ഫസ്റ്റ് നൈറ്റ് പോയി. അപ്പോൾ ഞങ്ങൾ പതിയെ സൈഡിൽ കൂടെ അങ്ങ് പോയി വലിഞ്ഞ് കളഞ്ഞു. പക്ഷെ അത് എന്തോമൻ അതിനകത്ത് അജേഷിനെ ആ അനുഭവത്തിൽ നിന്ന് വലിച്ചൂരി എടുത്തുന്ന പുള്ളി എപ്പോഴും പറയുന്നത്. വലിച്ചൂരി എടുത്ത് പുള്ളി കൊണ്ടുവന്നതാണ് പിന്നെ നമ്മൾ കാണുന്ന സിനിമ, പുസ്തകം. അതിൽ നിന്ന് പിന്നെ സിനിമയാകുമ്പോൾ അതിൻ്റെ തിരക്കഥാകൃത്തായിട്ട് ഒരാളൂടെ ഉണ്ടായിരുന്നു, ജസ്റ്റിൻ മാത്യു. മിന്നൽ മുരളിയിലൊക്കെ കോറൈറ്ററാണ് ബേസിലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ബേസിലിൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു അദ്ദേഹം. പുള്ളിയുടെ വരവൂടെ വന്നപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിനൊരു ചട്ടക്കൂടായി.
അത് ശരി. അങ്ങനെ ഡയലോഗ് എന്തോ ചേട്ടനും എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കൽ ജസ്റ്റിവായപ്പോഴത്തേക്കും അത് കൊമേഴ്സ്യൽ സിനിമയായി. അതെ അതെ. പിന്നെ ബേസിലിൻ്റെ ഇടപെടലുണ്ട്. നമ്മുടെ ക്യാമറാമാൻ സാനുചേട്ടൻ്റെ ഭയങ്കര ക്രിയേറ്റീവ് മനുഷ്യനാണ്. ഒരു ക്യാമറയിൽ മാത്രമല്ല പുള്ളി സീനിൻ്റെയൊക്കെ ഓരോ കോൺട്രിബ്യൂട്ട് ഭയങ്കര കോൺട്രിബ്യൂഷൻ. സ്ക്രിപ്റ്റിലേക്ക് അടിച്ചു പിടിച്ചെടുക്കും പുള്ളി വിഷ്വലല്ല, പുള്ളി ഇമോഷനാണ്. അങ്ങനെ ഒരു വലിയൊരു ക്രിയേറ്ററാണ് അദ്ദേഹം. പിന്നെ ഇവരെല്ലാം കൂട്ടുകായ്മയും ഒക്കെ കൂടെ വന്നപ്പം പിന്നെ നല്ലൊരു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടി. ഇത് വിനായക പോലെ നല്ലൊരു പ്രൊഡക്ഷൻ. അപ്പം കഴിഞ്ഞ ദിവസം ഐത്തേട്ടൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര അഭിമാനം തോന്നിയ സിനിമയാണെന്നൊക്കെ പറയുമ്പോൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കൊല്ലംകാർ ഏറ്റെടുത്തു, അത് കേരള ജനത ഏറ്റെടുത്തു. ഈ സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് മലയാളത്തിൽ വേറൊരു നടനെയായിരുന്നു. പിന്നീടാണോ ബേസിൽ എന്നൊരു വ്യക്തിയിലെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ക്വാളിറ്റി ബേസിലാണ് കൂടുതൽ സൂട്ടാണെന്ന് തോന്നിയിട്ടാണോ? അല്ല, നമ്മുടെ ഒരു സിനിമ ആദ്യം ഉണ്ടാകുമ്പം നമ്മളാദ്യം ഭഗത്തിനെയായിരുന്നു ഇതിനകത്ത് ആലോചിച്ചത്. കാരണം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് മലയും കുഞ്ഞ് കുറേ സിനിമകൾ ഭഗത്തിൻ്റെ കൂടെ ഫസ്റ്റ് ഫഫ ചെയ്യാമെന്ന് ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യാം. ഇപ്പം തന്നെ ഞങ്ങൾ അഡ്വാൻസ് ഒക്കെ തന്നു. പക്ഷേ അത് നീണ്ടുപോയി, കോവിഡ് വന്നു, മലയും കുഞ്ഞ് നീണ്ടു. അപ്പം മാറും തോറും 4 വർഷം മുമ്പത്തെ 6 വർഷമായി ഇതിൻ്റെ പുറകെ 8 വർഷമായി ശരിക്കും പറഞ്ഞാൽ. അപ്പം മലയും കുഞ്ഞ് നടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ അടുത്ത പടം ഇതാണ്, പൊന്മാനല്ലെന്ന് 4 ചെറുപ്പക്കാരാണ്. അപ്പം അദ്ദേഹത്തിന് അത് ചെയ്യാൻ സമയം വേണ്ടി വന്നു. കാരണം വെച്ചാൽ ഒരു വിക്രം സിനിമയൊക്കെ ഉള്ളി കയ്യിൽ നിന്ന് അങ്ങ് പോയില്ലേ, പുഷ്പ വന്ന് വേറെ എഞ്ചി പോയപ്പോൾ നമുക്ക് ചില സാങ്കേതിക കാരണങ്ങൾ അദ്ദേഹം കൊണ്ട് മാറിയപ്പോൾ പിന്നെ നമുക്ക് സിനിമ ചെയ്യണമല്ലോ. അപ്പോൾ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ്. പുള്ളിക്ക് സമയത്തിന് കുറവുകൊണ്ടാണ്. അപ്പോൾ ഞാനാണ് അത് വേണ്ട, നമുക്ക് വേറൊരാളിലേക്ക് പോകാം. അങ്ങനെയാണ് അത് പിന്നെ 1 വർഷം പോയി. പെട്ടെന്നൊരു ആളെ വിട്ടിട്ട് ഫഫയെ മനസ്സിൽ കണ്ടിട്ട് പെട്ടെന്ന് ബേസിലോട്ട് എത്താൻ പറ്റില്ലല്ലോ. ബേസിൽ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഞാൻ പിന്നെ പുള്ളിയുടെ ജയ് ജയ് ഹോ സിനിമ ഞാൻ ഹൈദരാബാദ് വെച്ച് കാണുന്നത്. ഞാൻ ഹൈനാന എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിരുന്നു നാനി സാറിൻ്റെ. അത് ചെയ്തുകൊണ്ടിരിക്കും 3ാമത്തെ ഷെഡ്യൂൾ ചെയ്യുമ്പോഴാണ് ഇനി പടം കാണുന്നത്. ഞാൻ അപ്പം തന്നെ ഇവിടെ ബെന്നി കട്ടപ്പനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഭാര്യ ഒരു ബുക്ക് ഇരിപ്പുണ്ട്, ബേസിൽ ഏൽപ്പിക്കും. ബെന്നി അത് കൊടുത്ത് ബേസിൽ ഏൽപ്പിച്ചു. അപ്പോൾ ബേസിൽ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കും, സമയം അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം സംവിധാന പരിപാടി പുള്ളി തിരക്കാണ്. അപ്പോൾ പുള്ളി ഇല്ല, ഞാനില്ല എന്ന് പറഞ്ഞ സമയത്താണ് ബുക്ക്. അപ്പം ബുക്കിൽ പുള്ളിയുടെ കൂടെയുള്ള ഒരു അസിസ്റ്റൻസ് എഴുതുന്ന കോ റൈറ്റർമാർ പോൾസനെ പറഞ്ഞിട്ട് നിങ്ങളിത് ചെയ്യണം, ഈ PPA ചെയ്തിട്ട് ഞങ്ങളുടെ സിനിമ ചെയ്താൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ ബേസിൽ അത് വായിക്കുന്നത്. ബേസിൽ വായിച്ച അന്ന് തന്നെ ബേസിൽ PPA ലോക്കായി. അങ്ങനെ ഞാൻ വിളിക്കുന്നു. അപ്പം എന്നിട്ടും ബേസിൽ 1-2 പ്രാവശ്യം ഒന്ന് ഒഴിവുകേട് പറഞ്ഞു. പുള്ളിയുടെ സിനിമ സംവിധാനമാണല്ലോ, പുള്ളി സംവിധായകനാണല്ലോ. ഞാൻ വിട്ടില്ല. 2-3 വർഷമായപ്പോൾ പുള്ളി അവസാനം സമ്മതിച്ച്. അങ്ങനെ ആണ് നമ്മൾ ഈ ബേസിൽ പൊന്മാനിലേക്ക് വരുന്നത്. അന്ന് തുടങ്ങിയ ബേസിൽ യാത്ര ഇന്നും ഇപ്പോഴും ബേസിൽ ഈ പൊന്മാന് വേണ്ടി ഇപ്പോഴും പ്രൊമോഷൻ്റെ കാര്യങ്ങളും എല്ലാം ഇടപെടലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ ബുദ്ധിയുള്ള ഒരു നല്ലൊരു നടൻ, നല്ലൊരു സംവിധായകനുമാണ് ബേസിൽ. അതെ അതെ. പക്ഷേ ഒരു കലാസംവിധായകൻ്റെ വിജയം ഒരു ഷോട്ട് വയ്ക്കുമ്പോൾ ഒരു സീൻ നമ്മൾ കാണിക്കുമ്പോൾ ആ പുറകിലിരിക്കുന്നത് പ്രോപ്പർട്ടി അല്ല, ഒറിജിനലാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നതാണോ? അല്ല, കലാസംവിധാനം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. നമുക്ക് സിനിമയ്ക്ക് വേണ്ട പ്രതലം. ഇപ്പോൾ ഇപ്പം ഞാനിതിൻ്റെ തലവിട്ടി ചില മൺട്രോതുരുത്തി കൊണ്ട് പ്ലേസ് ചെയ്തുകൊണ്ട് ആ പ്രതലം നന്നായതുകൊണ്ടാണ് അതിന് നമുക്ക് ജീവിതം മനസ്സിലായി. ലാൻഡ്സ്കേപ്പ് അല്ല, ഞാൻ അതിനെ കൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്ത് ആ പ്രതലം വേറെ സ്ഥലത്താണെങ്കിൽ പോയി പ്രതലം നല്ലതാണെങ്കിൽ ആ സെറ്റ് നന്നാവും. സെറ്റ് നന്നായാൽ അതിൻ്റെ പ്രോപ്പർട്ടി നന്നാവും. അപ്പോൾ ഈ ഒരു കഥ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനാവശ്യമുള്ള സ്ഥലം കൊടുക്കുക എന്നുള്ളതാണ് കലാസംവിധായകൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നത്, എൻ്റെ ജോലി. അപ്പോൾ എനിക്ക് വേറൊരു സംശയം തോന്നിയത്, പലപ്പോഴും നമ്മളിപ്പോൾ ഒരു സെറ്റ് ഇടുന്നു, എന്തായാലും സെറ്റ് ഇടുന്നു, ഒരു സ്ഥലത്ത് സെറ്റ് ഇടുന്നു. അപ്പോൾ ഈ ക്യാമറ മൂവ്മെൻറ്റുള്ള സ്പേസ് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് സെറ്റ് ഇടുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് ആ ഡിസ്റ്റൻസ്? അല്ല, സെറ്റ് ഇടുക എന്ന് പറയുന്നത് സെറ്റിന് ഡിസൈൻ വേണം. ഇപ്പം നമ്മൾ ഒരു സീൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് അത് എങ്ങനെയായിരിക്കും ആ സെറ്റ്, ആ ഡിസൈൻ, ആ സീൻ എങ്ങനെ കോറിയോഗ്രാഫി, ഭയങ്കര സ്പീഡിലൊക്കെ മൂവ് ചെയ്യേണ്ട കോറിയോഗ്രാഫിയാണ്, അതനുസരിച്ചായിരിക്കും സെറ്റിൻ്റെ രീതി വരുന്നത്. അല്ല, വളരെ സ്ലോ ആയിട്ട് പോകേണ്ടതാണ്, അതനുസരിച്ചായിരിക്കും സെറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. അല്ല, ഇടുങ്ങിയ സ്ഥലത്താണ് ചെയ്യേണ്ടതെങ്കിൽ ഇടുങ്ങിയ പോലെ തന്നെ ഇരിക്കുകയും വേണം. സെറ്റെന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഇടുന്നത്? നമ്മുടെ സൗകര്യം പോലെ ഏത് ആംഗിളിൽ വേണേ എന്ത് വേണം ചെയ്യാനാണ് സെറ്റ് ഇടുന്നത്. അപ്പം നമ്മൾ ആ സീൻ എന്താ ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് പ്രൊഡക്ഷൻ ഡിസൈൻ മാറും. മേളിൽ നിന്ന് ഒരു ഹൈറ്റിൽ നിന്ന് ഇത് താഴോട്ട് കാണിക്കണമെങ്കിൽ റൂഫൊക്കെ മാറുന്ന രീതിയിലായിരിക്കും സെറ്റ് ഇടുന്നത്. സൈഡൊക്കെ മാറണമെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ വന്ന് ഓടി വന്ന് ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞാൽ സൈഡൊക്കെ വീലിൽ ഉരുണ്ട് മാറുന്ന രീതിയിലേക്കായിരിക്കും സെറ്റ് ഇടുന്നത്. അങ്ങനെ ഓരോ നമുക്ക് എന്താണ് നിലം താഴോട്ട് പോകുന്നതൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് സെറ്റ് ഇടും. എന്താണ് ആ സീൻ ആവശ്യപ്പെടുന്നത്, അതിന് ഏത് രീതിയിൽ മൂവ് ചെയ്യണം ക്യാമറ,
ക്യാമറ കാണണം, ക്യാമറയാണല്ലോ കണ്ണ്. അതെ അതെ അതിലൂടെ കാണണമെങ്കിൽ അത് എങ്ങനെ മൂവ് ചെയ്യണം, അതിനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്യണം. പുതിയ ടെക്നോളജി ഉള്ള എക്യുപ്മെൻറ്റ്സ് വരുമ്പോൾ അതനുസരിച്ച് സെറ്റ് ഇടണം. പക്ഷേ നമ്മൾ കാണുമ്പോൾ സെയിം ആയിരിക്കും. അതൊക്കെ ടെക്നിക്കലായിട്ട് പഠിച്ചിരിക്കണം, അത് ഒരു അറിഞ്ഞിരിക്കണം. എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ കലാകാരൻ എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചിരിക്കണമല്ലോ, എഞ്ചിനീയറിംഗ് മാത്രമല്ലോ. ഇപ്പോൾ ആർട്ട് ഡയറക്ടർ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു പുക വരണമെന്ന് പറഞ്ഞാൽ കെമിസ്ട്രി അറിയണം. അതെ അതെ എന്ത് വള്ളിക്കെട്ട് തീർക്കുക എന്നുള്ളതാണല്ലോ മെയിൻ പണി. അതെ അതെ പെട്ടെന്ന് നമുക്കൊരു അയ്യോ അവിടെ സംഭവം ഉണ്ടായി എന്തിനു ചെയ്യും, ആർട്ട് ഡയറക്ടറെ ആദ്യം വിളിക്കുന്നത്. ശരി. താങ്കളൊരു കലാസംവിധായകനായിരുന്നു, സംവിധായകനായി. ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കഥയും ഈ സെറ്റുകളും നമ്മളൊരു എസ്തെറ്റിക്സ് ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ ബാലൻസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഞാൻ പൊന്മാൻ ചെയ്തതിനകത്ത് ഇതിൻ്റെ കലാസംവിധാനം ഞാനല്ല ചെയ്തത്. കൃപേഷ് അയ്യപ്പൻകുട്ടിയാണ് എൻ്റെ ഉണ്ടായിരുന്ന, കൃപേഷാണ്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുല്ലാവണ്ണ, അവരൊക്കെ തന്നെയാണ് എൻ്റെ ഗ്രൂപ്പായിരുന്നു വർക്ക് ചെയ്തത്. അതിനൊരു ഐഡിയ ഞാൻ ഉണ്ടാക്കിയായിരുന്നു, പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റെഫിയുടെ വീട് സെറ്റാണ്, സെറ്റ് വേണമെന്നും, ചെമ്മീൻ കെട്ടിലെ മറ്റേ പുതിയ സെറ്റാണ്, സെറ്റ് വേണമെന്നും, അങ്ങനെ അതിൻ്റെ ജോഗ്രഫി ഇങ്ങനെ ഇരിക്കണമെന്നും, അങ്ങനെ നമ്മൾ സാധാരണ കണ്ടില്ലാത്ത ഒന്നും കുത്തിക്കയറ്റി വെക്കണ്ട, റിയലായിട്ട് എന്തുണ്ടാകുന്നു അത് മതി എന്നൊക്കെയുള്ള തീരുമാനങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്നും കൃത്രിമമായി നമ്മൾ കൊണ്ടുവച്ചില്ല. ഇപ്പോൾ കല്യാണ വീടാകുമ്പോൾ അവിടെ ഒരുപാട് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ച്, അവിടെ പൈസ ഇല്ലാത്ത വീട്ടിൽ കല്യാണം ഡെക്കറേഷൻ ചെയ്യാനും പറ്റില്ല. പിന്നെ അവിടെ വേറെ വേണമെങ്കിൽ അതിലെഴുതി ഒരു ചുമ്മാ ബോർഡൊക്കെ കളറൊക്കെ വരുമ്പോൾ അതൊന്നും വേണ്ട നമ്മൾ തീരുമാനിച്ചിരുന്നതാണ്. അവിടെ നരച്ച് നിൽക്കുന്ന ഒരു വീടാണ്, ആ നരച്ച രീതിയിൽ തന്നെ കാണണം. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിസൈൻ. അത് ഒരു നല്ല രീതിയിൽ എൻ്റെ ആർട്ട് അങ്ങോട്ടും നമ്മൾ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ നമ്മൾ കൂടുതലും ചിന്തിച്ചത് ഇതിൻ്റെ ഇമോഷൻ പോകാതെ ഈ ട്രാവല് മുറിയാതെ കിട്ടണം എന്നുള്ള ഒരു പ്രാന്തമായ ആവേശത്തിൻ്റെ പുറത്ത് ഉള്ള യാത്രയായിരുന്നു. അത് നമുക്ക് നന്നായിട്ട് കിട്ടി. കലാസംവിധാന നിലയിൽ ഒരു കഥ മുഴുവനായിട്ട് പഠിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ കാരണം എൻ്റെ അടുത്തൊരു സംവിധായകൻ പറഞ്ഞില്ല, താങ്കളുടെ കഥ എന്താണെന്ന് താങ്കൾക്ക് അറിയണം, ആ സീൻ മാത്രമല്ല അറിയേണ്ടത്, അല്ലെങ്കിൽ നാളെ ഷൂട്ട് ചെയ്യുന്ന സീനോ മറ്റന്നാൾ ഷൂട്ട് ചെയ്യുന്ന സീനല്ല, ആ കഥ മൊത്തത്തിൽ അറിഞ്ഞ ശേഷം. തീർച്ചയായും നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടാലേ ഞാൻ ചെയ്യുള്ളൂ, അല്ലാതെ ചെയ്ത സിനിമകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ അത് ടച്ച് ചെയ്യും. തുടക്ക സമയത്തായിരുന്നോ ആദ്യം? അല്ലല്ല, ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് പിന്നെ ചില സൗഹൃദങ്ങളിലൊക്കെ നമ്മൾ സിനിമകൾ ചെയ്യും. നല്ല വർക്ക് ഓഫ് ആർട്ട് വരുന്ന സിനിമകളിനകത്ത് നല്ല സിനിമയാകണമെങ്കിൽ അതിനകത്ത് കഥ എന്നെ സ്പർശിക്കണം. അപ്പോൾ സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കും. കൂടെ നിന്ന് അതിൻ്റെ ഓരോ സീനും എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം എന്നുള്ള ഡയറക്ടറുമായിട്ടും ക്യാമറമാനുമായിട്ടും ഇരുന്നുള്ള നീണ്ട ചർച്ചയ്ക്കിടയിൽ ശേഷമാണ് പ്രൊഡക്ഷൻ ഡിസൈനിലേക്ക് പോകുന്നത്. ആ പ്രൊഡക്ഷൻ ഡിസൈനിൽ ഇതെന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്നൊരു സാധനം നമ്മളുണ്ടാക്കി അത് ഡയറക്ടറോട് അപ്രൂവൽ ചെയ്യിക്കണം. പുള്ളി അപ്രൂവൽ തരണം നമുക്ക്, ഇത് മതി അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന്. ഡയറക്ടർ ആണല്ലോ സിനിമ, ആ പുള്ളിയാണ് അപ്രൂവൽ മേടിക്കുമ്പോൾ ചിലപ്പോൾ പുള്ളി കാണാത്ത ചില സാധനം ഉണ്ടാവും. അപ്പോൾ അത് കൊള്ളാം, നമുക്ക് ഇങ്ങനെ വരുത്താം. അപ്പോൾ അത് ചേഞ്ച് വന്നു, നമുക്ക് ക്യാമറമാന് യാതൊരു സജഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഗ്രൂപ്പ് ഓഫ് ആർട്ടാണല്ലോ അവിടെ വരുന്നത്. അവർ നമുക്ക് എല്ലാം ഓക്കെ, അപ്പോൾ അതെല്ലാം ടിക്കറ്റ് പോയി കഴിഞ്ഞ് എല്ലാം ഫൈനലൈസ് കഴിഞ്ഞ് പ്രൊഡക്ഷൻ ഡിസൈൻ എന്നുള്ള രീതിയിൽ എൻ്റെ ജോലി കഴിഞ്ഞു. പിന്നെ ആർട്ട് ഡയറക്ടർ ചെയ്യേണ്ട പണിയാണ് പിന്നെ കിടക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ റിലീസായിട്ട് നമ്മൾ ആ സിനിമ ബ്രഹ്മവിക റിലീസാകുന്നിടം വരെ ജോലി ചെയ്ത സിനിമയാണ്. ഓ അത് ശരി. ഇപ്പം AI വന്ന ശേഷം പലപ്പോഴും ഡിജിറ്റലാണ്, സെറ്റുകൾ ഡിജിറ്റലാണ്. ഇപ്പോൾ ക്യാമറ മൂവ്മെൻറ്റ് വരെ ഈ പറഞ്ഞ സെറ്റിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അത് ഈ കലാസംവിധായകരെ ബാധിക്കും എന്തെങ്കിലും രീതിയിൽ? കലാകാരനെ ഒരിക്കലും AI ഒന്നും ബാധിക്കത്തില്ല. കാരണം വെച്ചാൽ അത് കലാകാരൻ പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ ഉണ്ടാകുന്നത്. അതെ അതെ. ഭാവന എന്ന് പറയുന്നത് നമ്മളിലല്ലേ ഉള്ളൂ. ഭാവന പറഞ്ഞു കൊടുത്താലേ ഈ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളിപ്പം ഗ്രീൻ മാറ്റ് വന്നിട്ട് അണ്ടർലൈൻ ചെയ്യാൻ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കലാസംവിധായകർ പോകും. എങ്ങനെ പോകും? ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഇരിക്കണമെന്ന് ഈ ഒരു ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുക്കണമല്ലോ. കലാകാരനാകണമെങ്കിൽ ടെക്നോളജിക്ക് അനുസരിച്ച് ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിന് വല്ലാത്ത റിസർച്ച് ഒക്കെ ഉണ്ടല്ലേ ഈ? പിന്നെ ഒരുപാട് റിസർച്ച് ഉണ്ട്. ഇപ്പോൾ 6 മാസത്തെ റിസർച്ച് ഉണ്ട് ബ്രഹ്മയുഗത്തിന്, 8 മാസത്തെ റിസർച്ച് ഉണ്ട് കുമ്പളങ്ങി നൈസിന്, 1 വർഷത്തോളമുള്ള റിസർച്ച് ഉണ്ട് വേൾഡ് വിഷൻ 7000 കണ്ടിക്ക്. പിന്നെ ഒരു റിസർച്ചും ഇല്ല, പെട്ടെന്ന് ചാടിപ്പോയി ചെയ്ത പടമാണ് എന്നാൽ താൻ കേസ് കൊടു. അത് എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ പുള്ളി തന്നെയാണല്ലോ, രതീഷ് ബാലകൃഷ്ണൻ പൊതുവള തന്നെയാണല്ലോ. അവിടെ ആ ഡിസൈനകത്ത് എൻ്റെ കുറേ കോൺട്രിബ്യൂഷൻ കൊടുത്തപ്പോൾ ആ സെറ്റ് അങ്ങനെ ആയത്. വേറെ ആർട്ട് ഡയറക്ടറായിരുന്നു, അജയൻ മങ്ങാടാണ് അത് തുടങ്ങി വെക്കുന്നത്. പിന്നെ അതിനകത്ത് ചില ടെക്നിക്കൽ വിഷയങ്ങൾ വരുമ്പോൾ അജയൻ മാറുകയും ഞാൻ വരികയും ചെയ്യുന്നത്. അതിൻ്റെ ബേസ് കൾട്ടനൊക്കെ ചെയ്തത് അജയനാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കാണ് ആരെയാണ്? ഏതാ? ഇപ്പോൾ കലാസംവിധാനം എടുത്താൽ ഇഷ്ടപ്പെട്ട? അങ്ങനെ എനിക്ക് അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു പറയാനോ അങ്ങനെ റിസർച്ച് ചെയ്യാനൊന്നും ഞാൻ നിൽക്കാറില്ല. അപ്പം നല്ല ഒരുപാട്. ഇപ്പോൾ അജയൻ മലയാളത്തിൽ പറഞ്ഞ അജയൻ്റെ വർക്കാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്, അജയൻ ചാലിശ്ശേരിയുടെ. ഇപ്പോൾ ഈ വർഷം ഞങ്ങളാണ് മത്സരിക്കുന്നത്, ബ്രഹ്മയുഗവും 24 മത്സരിക്കുന്നത്,
മഞ്ഞിമ്പൽ ബോയ്സുമാണ്. അപ്പോൾ ഞാൻ അജയന് കിട്ടണമെന്ന് പറയും, അജയൻ മുല്ലളി അളിയന് കിട്ടണമെന്ന് പറയും. അത്ര ബന്ധമുണ്ട് അജയനുമായിട്ട്. മഹേഷിൻ്റെ പ്രതികാരമാണ് റീൽസത്തിൻ്റെ ഒരു സ്ഥാനത്തിലേക്ക് അതിൻ്റെ കലാസംവിധായകർ കൂടുതൽ കൊണ്ടുവന്നത് മഹേഷാ പടം ചെയ്തത്. അജയനാ പടം ചെയ്ത് മഹേഷിൻ്റെ പ്രതികാരം. അപ്പോൾ അജയനൊക്കെ അന്നേ കിട്ടേണ്ട അവാർഡാണ് അതൊക്കെ അവാർഡ് കിട്ടേണ്ട ഒരു പടമായിരുന്നു അത്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിന് ഈ വർഷം 24 അജയന് കിട്ടണം. ഈ പൊന്മാൻ ഇറങ്ങിയ ശേഷം അത് കണ്ട ആരെങ്കിലും പറഞ്ഞ ഏറ്റവും നല്ലൊരു കമൻറ്റ് എന്തായിരുന്നു ഓർമ്മയുണ്ട്? ഒരാളൊരു വോയിസ് അയച്ചതാണ്. പുള്ളി വേറൊരാൾക്ക് അയച്ച വോയിസാണ്. പുള്ളി എടോ ഞാൻ ഇന്നലെ പൊന്മാൻ കണ്ടടൂ, പൈസയൊന്നും ഇല്ലായിരുന്നു കയ്യിൽ, കടമൊക്കെ മേടിച്ചാണ് പോയത്, കാണാതിരുന്ന് നമ്മൾ നാളെ ചത്തുപോയാലോ, ശരി നഷ്ടമായി പോയനോടൂ, അതുകൊണ്ട് പൊന്മാൻ കണ്ട് നീ എല്ലാവരോടും ഒന്ന് പറയണം കേട്ടോ പൊന്മാൻ കാണാൻ. എന്നെ ഇത്രയും നാളിന് ഇടയിൽ സ്പർശിച്ച ഒരു പൊന്മാനെ പറ്റിയുള്ളൊരു കമൻറ്റ്. ഇപ്പോൾ ജ്യോതിഷ് വളരെ നന്ദി നമ്മളോട് സംസാരിച്ചതിന്. ഓക്കെ, അടുത്ത ഗംഭീര ചിത്രങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതെ, ഓക്കെ, താങ്ക് യു.